അവരെ അർഹതപ്പെട്ടുള്ളൂ. കേരളം ഭരിക്കാൻ അവരെ പറ്റൂ. പിണറായിയുടെ ഭരണമെന്ന് പറഞ്ഞാൽ എല്ലാം ഗുണ്ടായിസമല്ലേ. റോഡ് നല്ല റോഡ് വന്നു, എന്താ ചെയ്യാത്തത്? ചെയ്യാനൊന്നുമില്ല. മോദി സർക്കാർ തന്നെ ഭരണത്തിന് വരണം എന്നാണ് എന്റെ ആഗ്രഹം. നാടിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചായിട്ട് തോന്നിയിട്ടുണ്ട്. കോൺഗ്രസ് ആയിരുന്നു. LDF ജയിക്കും മോളെ. ഹലോ ഗൈസ്, ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ടയിലാണ്. അപ്പം ഇലക്ഷൻ ഒക്കെ വരുമല്ലേ, ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് ഇവിടെയുള്ള ജനങ്ങളോടൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞാലോ. ആര് ഭരണത്തിൽ വരണമെന്നാണ് അച്ഛൻ്റെ ഒരു ആഗ്രഹം? അത് ഇടതുപക്ഷം തന്നെ വരണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ്? അത് പിണറായി വിജയൻ നല്ല ലീഡർഷിപ്പിൽ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്ത് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാർ തന്നെ അധികാരത്തിൽ വരണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ചേട്ടാ, വരുന്ന ഇലക്ഷന് ആര് ജയിക്കാനായിരിക്കും കൂടുതൽ ചാൻസ്? ചേട്ടൻ എന്താ തോന്നുന്നത്? മിക്കവാറും UDF ആവാൻ ചാൻസ്. ബിക്കോസ് ഇപ്പം കഴിഞ്ഞ 10 വർഷമായിട്ട് LDF നല്ലതും ചെയ്തിട്ടില്ല, അത് കൂടുതൽ വളരെ മോശമായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. സോ എന്തുകൊണ്ടും UDF ഉണ്ടായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കുകയല്ല. പിന്നെ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട്. അല്ലാതെ നമ്മൾ കാണുന്നതല്ലേ, ഡേ ബൈ ഡേ വേസ്റ്റ് ആവുന്നതല്ലാതെ വേറെ നല്ല കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. സോ എന്റെ അഭിപ്രായത്തിൽ UDF വരണമെന്നാണ്. ആർക്കായിരിക്കും ഭരണമെന്ന് തോന്നുന്നത്? LDF തന്നെ ആയിരിക്കാനായിരിക്കും ചാൻസ് കൂടുതൽ. എന്ത് തോന്നുന്നത്? എന്തുവെന്ന് വെച്ചാൽ ഇപ്പം അടുപ്പിച്ച് 2 വർഷം ഇരുന്നു. അപ്പം നല്ല കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. റോഡാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളും നാടിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് LDF ആയിരിക്കും തോന്നുന്നു. കേരളത്തിൽ ഇങ്ങനെ LDF എന്തുകൊണ്ട് ചേട്ടൻ അങ്ങനെ തോന്നുന്നു? ഞങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങള്, മറ്റ് അഴിമതിയില്ല, വർഗീയ ലാഭങ്ങളില്ല, മനുഷ്യന് റേഷൻ അരിയുണ്ട്, വെള്ളമുണ്ട്, പവർ കട്ടില്ല, യാത്രാ സൗകര്യങ്ങളുണ്ട്, സമരങ്ങളില്ല. അതുകൊണ്ട് വരുന്നു. ചേട്ടാ, ഈ വരുന്ന ഇലക്ഷന് ആരായിരിക്കും ജയിക്കുന്ന ചേട്ടന് തോന്നുന്നേ? LDFന്റെ സ്ഥാനാർത്ഥി മാത്യു ടി തോമസ്. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തുകൊണ്ട് LDF പിന്നെയും ജയിക്കുമെന്ന് തോന്നുന്നേ? LDF നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക്. നമ്മുടെ പെൻഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വയോധികളായ അമ്മമാർക്ക് വീടുകളിൽ കൊണ്ടിട്ട് പെൻഷന്റെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള സകലമാന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് LDF. പിന്നെ വികലാംഗ പെൻഷനുകൾ അവർക്ക് വീടുകളിൽ കൊണ്ട് നമ്മൾ കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് LDF വരണം, തുടർന്ന് വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആര് ഭരണത്തിൽ വരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നേ? കോൺഗ്രസ് വരും, UDF വരും. എന്തുകൊണ്ടാണ് UDF വരുമെന്ന് തോന്നുന്നു? UDFന്റെ നല്ല ഭരണമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ അവർ ഉൾക്കൊള്ളും. ഇപ്പൊ പിണറായിയുടെ ഭരണമെന്ന് പറഞ്ഞാൽ എല്ലാം ഗുണ്ടായിസമല്ലേ. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ സാധാരണക്കാരെ കൊണ്ട് ഇവർക്ക് വോട്ട് മാത്രമേ ഉള്ളൂ. മറ്റൊരു ഉപകാരങ്ങളും എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് UDF വരണമെന്ന് തന്നെയാണ് താല്പര്യം. എന്തുകൊണ്ടാണ്? കാരണം അവരുടെ ഈ വികസനം ജനങ്ങളുടെ ഇടയിൽ നല്ല ചർച്ചാ വിഷയമാണ്. അവരെ അർഹതപ്പെട്ടുള്ളൂ. കേരളം ഭരിക്കാൻ അവരെ പറ്റൂ. ഈ UDF ഒക്കെ കയറിയാല് അവർ തമ്മിലടിച്ച് ഇപ്പൊ തന്നെ അധികാരത്തിന് വേണ്ടി തമ്മിലടിച്ചുകൊണ്ടിരിക്കുക. അധികാരം കൂടെ ജനങ്ങൾ ഭൂരിപക്ഷം കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ BJPയെ സംബന്ധിച്ചുള്ള അവര് കുറെ വർഗീയത പറഞ്ഞ കുറെ ഇന്ത്യക്കാരുടെ വോട്ട് പിടിക്കാന്നുള്ള അല്ലാതെ കേരളത്തിൽ അവർ ഒരിക്കലും വരാൻ പോകുന്നില്ല. ആർക്കായിരിക്കും ഭരണം ചേട്ടന് തോന്നുന്നത്? UDF ജയിക്കുന്ന ചേട്ടൻ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് UDF എന്ന് പറയാൻ കാര്യം എന്താ? ഭരണത്തിനോടുള്ള ഉറപ്പ് ഇവിടെ തന്നെ തോറ്റു പോകുന്നു. LDF ഇട്ടതില്ല. ആര് ജയിക്കുമെന്ന് തോന്നുന്നേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ജയിക്കുമെന്ന് തോന്നുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഇപ്പം അവർക്കെതിരെ കുറെ അഴിമതിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ജനങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പെൻഷന്റെ കാര്യമാണെങ്കിലും ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പൊ അതിന്റെയൊക്കെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ജനങ്ങൾ അവർക്ക് തന്നെ സപ്പോർട്ട് ചെയ്തു. UDFനും LDFനും ഒരേപോലെ സാധ്യത ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ രണ്ടുപേരും വികസനവും രാഷ്ട്രീയവും പറഞ്ഞ് ഇവർ രണ്ടുപേരിൽ ആർക്കും ചാൻസ് ഉണ്ട്. ആർക്കായിരിക്കും ഭരണം എന്ന് ചേട്ടന് തോന്നുന്നേ? ഭരണം ഞങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ ഭരിക്കണമെന്നാണ് ആഗ്രഹം. മാറ്റി ജയിക്കണമെന്നാണ് വിശ്വാസം. ഈ വരുന്ന നിയമസഭാ ഇലക്ഷന് ആർക്കായിരിക്കും ഭരണം എന്നാ ചേച്ചിക്ക് തോന്നുന്നേ? എനിക്ക് കോൺഗ്രസ് ആയിരിക്കും. എന്തുകൊണ്ട് ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നേ? എനിക്ക് അവരുടെ ഭരണം ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ആരായിരിക്കും ഭരിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നത്? എപ്പോഴും LDF വരണമെന്നാണ് എന്റെ ആഗ്രഹം. എന്തുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ കാര്യം? ഇത്രയും വർഷം ഭരിച്ചതിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളതും സഹായങ്ങളും ഉണ്ടായിട്ടുള്ളതും എല്ലാം LDF ഭരിക്കുമ്പോഴാണ്. എനിക്ക് ആഗ്രഹം LDF വരണമെന്ന്. എനിക്ക് കോൺഗ്രസ് ജയിക്കുന്നൊരു ചെറിയ
തോന്നുന്നത്. കാരണം ഇപ്പൊ ഒരു ഇലക്ഷൻ നടന്നപ്പോൾ ഭൂരിഭാഗം സീറ്റും കോൺഗ്രസിനായിരുന്നു. ഏകദേശം നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ജയിക്കുമെന്നാണ്. ആര് ജയിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നു? LDF ജയിക്കും മോളെ. LDF LDF ജയിക്കുമെന്ന് തോന്നുന്നു. എന്തുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ കാര്യം? അങ്ങനെ തോന്നാൻ ജനങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്ത് കൊടുക്കുന്നതൊക്കെ അവരാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടില്. പെൻഷൻ ആയാലും സ്ത്രീ സുരക്ഷ ആയാലും എല്ലാം അങ്ങനെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുക. ചേച്ചി, ഇലക്ഷൻ വരുമല്ലേ, അപ്പൊ ഏത് പാർട്ടി ഭരണത്തിൽ വരണമെന്നാ ചേച്ചിയുടെ ആഗ്രഹം? എന്റെ ആഗ്രഹം മോദി ഇപ്പൊ ഈ ഭരിക്കുന്ന പാർട്ടി തന്നെ വരണം എന്നാണ്. എന്റെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങളും ഒത്തിരി കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഭരിക്കുന്ന മോദി സർക്കാർ തന്നെ ഭരണത്തിന് വരണം എന്നാണ് എന്റെ ആഗ്രഹം. ആര് ജയിക്കുന്ന ചേട്ടന് തോന്നുന്നേ? കോൺഗ്രസ്. എന്തുകൊണ്ട് ചേട്ടൻ അങ്ങനെ തോന്നുന്നേ? കോൺഗ്രസ് തന്നെ വരണം. അമ്മ, ഇലക്ഷൻ ഒക്കെ വരുമല്ലേ, അപ്പൊ ആര് ജയിക്കും അമ്മയ്ക്ക് തോന്നുന്നത്? നമുക്കൊക്കെ എല്ലാവരോടും നമുക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ആര് ജയിച്ചാലും പാവങ്ങളോട് ഭരണമാണ്. ചേച്ചി, ഇലക്ഷൻ വരുമല്ലേ, അപ്പം ആർക്കായിരിക്കും ഭരണം എന്ന് ചേച്ചിക്ക് തോന്നുന്നത്? LDF ആയിരിക്കണം. എന്തുകൊണ്ട് LDF വരണമെന്ന്? LDF ഇപ്പോഴും ചെയ്യുന്നില്ല, അതുകൊണ്ട് നല്ല ഭരണമായിട്ടാ തോന്നുന്നത്. നല്ല ഭരണമാണെന്ന് തോന്നുന്നു. അഭിപ്രായത്തിൽ ഇടതുപക്ഷം തന്നെ ഭരിക്കുമെന്നുള്ള LDF നമ്മളിപ്പം കണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ LDF പിന്നെ LDF ഇപ്പൊ രണ്ടാം ഭരണമാണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഭരണങ്ങളാണ് ചെയ്തത്. മോശമായ രീതിയിലല്ല. ഇപ്പൊ ഒരു മോശമായ രീതിയിലുള്ള ഇതൊന്നും നടക്കുന്നില്ല, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഈ നമ്മളെ വർഗീയത അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നതായിട്ടുള്ള ഒരു ഇതില്ല. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ശബരിമല അങ്ങനെ ഒരു വിഷയങ്ങളൊക്കെ വന്നിട്ടുള്ളൂ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പൊ സാധാരണക്കാരന് ന്യായമായിട്ടുള്ള വാർഷിക പെൻഷൻ കിട്ടുന്നുണ്ട്, അതുപോലുള്ള സംഭവം കിട്ടുന്നുണ്ട്. അതെ, ധനസഹായം പറഞ്ഞു. ഈ വരുന്ന ഇലക്ഷന് ആര് ജയിക്കുന്ന ചേച്ചിക്ക് തോന്നുന്നേ? ഈ വരുന്ന ഇലക്ഷന് എനിക്കുള്ള അഭിപ്രായത്തിൽ പിന്നെ കോൺഗ്രസ് ജയിക്കണമെന്നാണ്. എന്തുകൊണ്ട് ചേച്ചിക്ക് കോൺഗ്രസ് ജയിക്കണമെന്ന് തോന്നുന്നേ? ഇവിടുത്തെ ഭരണത്തെ പറ്റി ഭരണം അത്ര ശരിയായ ഇതല്ല. പിന്നെ ഞങ്ങളുടെ ഈ ഇപ്പം ഭരിക്കുന്ന ഭരണം ഭരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി പോകും. കാരണം എന്താന്ന് വെച്ചാൽ അയാൾ എന്നെ ഈ ജോലി പിന്നെ കമ്പനിക്കാർക്ക് കൊടുക്കാനിരിക്കുക. അപ്പം ഞങ്ങൾ കട്ട പോയാലായിരിക്കും ഇത് ജയിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇപ്പം തിരിഞ്ഞേക്കുക കോൺഗ്രസിനകത്തോട്ടാണ്. എന്താ കൊടുക്കാതിരിക്കുന്നത്? വണ്ടി, ആഹാരം, എല്ലാം കിടപ്പാടം, എന്തിനും ബുദ്ധിമുട്ട്, ഒന്നിനും ബുദ്ധിമുട്ടില്ല. എല്ലാം നല്ല രീതിയിൽ പോകുന്നില്ലയോ? പുതിയൊരു ഭരണം വരുവാണെങ്കിൽ ഇനി ഒന്നേന്ന് പറഞ്ഞ് എവിടെ കൊടുക്കാനാ? പിന്നെ എല്ലാം മാറി മറിഞ്ഞു പോകും. ഇതാകുമ്പോ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. എന്താ ചെയ്ത് വികസനം അല്ലയോ? നല്ല റോഡ് വന്നു. എന്താ ചെയ്യാത്തത്? ചെയ്യാനൊന്നും ഒന്നുമില്ല. നീ പണിഞ്ഞ് ബാക്കി വെച്ചിരിക്കുന്ന പണിയും മുന്നോട്ട് പോവുക. ഇവര് തന്നെ വരണം, അതാ പറയാനുള്ളൂ. ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.